കണ്ടോ, ഇതാണ് കറുകപ്പട്ടയുടെ ഇല. ഇന്നത്തെ വീഡിയോ നമ്മൾ കറുകപ്പട്ട ചെത്തിയെടുക്കാൻ പോവാണ്. നമ്മുടെ റബ്ബർ തോട്ടത്തിനുള്ളിലാണ് കേട്ടോ മരമുള്ളത്. ഇത് ഇത്രയും പൊക്കം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇതിന്റെ തോല് ചെത്താനായിട്ട് വരുന്നത്. ഈ മരത്തിന്റെ ഇലയോട് കൂടുതൽ സാമ്യമുള്ള മറ്റൊരു മരമാണ് എടണ അല്ലെങ്കിൽ ഇലമംഗലം. അതിന്റെ ഇലകൾ കുമ്പിള കുത്തി അപ്പം ഉണ്ടാക്കാനായി ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഇലയ്ക്ക് കടിച്ചു നോക്കിയാൽ മധുരമുള്ളതായി കാണാം. എന്നാൽ കറുകപ്പട്ടയുടെ ഇലയ്ക്ക് എരിവും മധുരവുമാണ്. ഞങ്ങൾ ഈ ചെറിയ കൊമ്പ് ആദ്യം വെട്ടിയെടുക്കുകയാണ്. കൊമ്പിൽ നിന്നും തടിയിൽ നിന്നും തോലുകൾ ശേഖരിക്കാറുണ്ട്. വെട്ടാൻ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ അമ്മയെ കൂടെ കൂട്ടിയതാണ്. അങ്ങനെ ഒരു കൊമ്പ് ഞങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ തോല് ചെത്തി തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു പ്രയാസമല്ലാതെ മെല്ലെ മെല്ലെ ചെത്തിയെടുക്കാനൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ കൊമ്പിൽ നിന്നും കറുകപ്പട്ടയുടെ നല്ല മണം കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഞങ്ങളുടെ അപ്പച്ചൻ ചേട്ടൻ. ഞങ്ങൾ കൊമ്പിൽ നിന്നൊക്കെ ചെത്തുന്നത് കണ്ടിട്ട് ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്നതാണ്. അപ്പച്ചൻ ചേട്ടൻ പറഞ്ഞത് കൊമ്പിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് തടിയിൽ നിന്ന് എടുക്കുന്നതാണെന്നാണ്. പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ആയുധം പോലെ അല്ല കേട്ടോ. അപ്പച്ചൻ ചേട്ടന്റെ കയ്യിലുള്ള കൊടുവാളിന് നല്ല മൂർച്ചയുണ്ട്. ചേട്ടന്റെ പറമ്പിലും ഉണ്ട് കറുകപ്പട്ട മരം. അത് പക്ഷെ ഇത്രയില്ലാന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ പല പറമ്പുകളിലും ഈ മരത്തിന്റെ തൈകൾ താനെ മുളയ്ക്കാറുണ്ട്. ഞങ്ങളാണ് വെട്ടുന്നതെങ്കിൽ ഇതുപോലെയൊന്നും വെട്ടിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ചേട്ടൻ വന്നതുകൊണ്ടാണ് ഇതുപോലെ തോല് കിട്ടുന്നത്. ഇപ്പൊ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന പല മസാല കൂട്ടിലും കറുകപ്പട്ടയുടെ സ്ഥാനത്ത് മറ്റേതൊക്കെയോ മരത്തിന്റെ തോലുകളാണ് അത്ര ചേർക്കുന്നത്. എല്ലാ പ്രശ്നം നടക്കുള്ളൂ. ചളുക്ക് വരുന്നതും കിട്ടിയാൽ രണ്ടാം തീയതി അതിന് കട്ടിയായില്ല. പിന്നെ കഴിഞ്ഞാവും. ചേട്ടൻ വേണമെങ്കിൽ മേലെ കയറിയിട്ട് കുറച്ചും കൂടെ ചെത്തി തരാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കയറി ചെത്താൻ. അങ്ങനെ ഇത്രയും ചെത്തി തന്നിട്ട് അപ്പച്ചൻ ചേട്ടൻ പോയിട്ടോ. പിന്നെ ആദ്യം ചെത്തിയതും ഇതൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവാനായിരുന്നു. അങ്ങനെ ഞാനും അമ്മ ഇത് ഓരോന്നായി തരം തിരിച്ച് വെയിലത്ത് ഉണക്കാനിടുകയാണേ. 2 ദിവസം വെയിലത്ത് വെച്ചത് ശേഷമുള്ള കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. ഇത് ചെറിയ കൊമ്പുന്ന് വെട്ടിയതും ഇത് തടിന്ന് വെട്ടിയതുമാണ്. ഏറ്റവും നല്ല മണം തടിന്ന് വെട്ടിയതിനാണ് കേട്ടോ. ഇതും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും കറുകപ്പട്ടയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ.